സംസ്കരണ പ്ലാന്റിനായി സ്വകാര്യ കമ്പനിക്ക് ഭൂമി കൈമാറാനുള്ള കൊച്ചി കോർപ്പറേഷന്റെ നീക്കത്തിൽ ദുരൂഹതയെന്ന ആരോപണം. പ്ലാന്റിനായി കോർപ്പറേഷന്റെ 3 ഏക്കർ ഭൂമി 25 വർഷത്തേക്കാണ് സ്വകാര്യ കമ്പനി പാട്ടത്തിന് നൽകുന്നത്. പദ്ധതിക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയും സാമ്പത്തിക അഴിമതിയും നടക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ പ്രതിദിനം 240 ടൺ ഭക്ഷ്യമാലിന്യമാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. ഇതിൽ നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംസ്കരിക്കാൻ കഴിയുന്നത് 140 ടൺ മാലിന്യം മാത്രമാണ്. നഗരത്തെ വലയ്ക്കുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയ്ക്കാണ് പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് കോർപ്പറേഷൻ മുന്നോട്ട് വെക്കുന്നത്. വില്ലിംഗ്ടൺ ഐലൻഡിൽ സമാനമായ പ്ലാന്റ് സ്ഥാപിച്ച G3 റിന്യൂവബിൾസിന്റെ പ്രപ്പോസലാണ് കോർപ്പറേഷന്റെ പരിഗണനയിലുള്ളത്. ഭക്ഷ്യമാലിന്യം വേർതിരിച്ച് പോൾട്രി ഫീഡ്, ജൈവ ഇന്ധനം, വെള്ളം എന്നിവയാക്കി വേർതിരിക്കുന്നതാണ് പദ്ധതി. LDF കൗൺസിലർമാരുടെ എതിർപ്പിനെ തുടർന്ന് വോട്ടെടുപ്പിലൂടെയാണ് കോർപ്പറേഷൻ പ്ലാന്റിന് അനുമതി നൽകിയത്. ബ്രഹ്മപുരത്തെ 3 ഏക്കർ ഭൂമി സ്വകാര്യ കമ്പനിക്ക് 25 വർഷത്തേക്ക് പാട്ടത്തിന് നൽകും. 25 മുതൽ 30 കോടി രൂപ മുതൽ മുടക്കിൽ കമ്പനി പ്ലാന്റ് പണിയും. 1 ടൺ മാലിന്യം 200 രൂപ ഫീസ് നിരക്കിലാണ് സംസ്കരിക്കുക. എന്നാൽ നഗരസഭയുടെ ഭൂമി സ്വകാര്യ കമ്പനിക്ക് വിട്ടു നൽകുന്ന ഈ നിർദ്ദേശത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പദ്ധതിയിൽ ദുരൂഹതയുണ്ടെന്നും പ്ലാന്റിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതായും പ്രതിപക്ഷ കക്ഷി നേതാവ് VA ശ്രീജിത്ത് ആരോപിച്ചു. ഈ പദ്ധതി എന്താണ് എന്നും ആ പദ്ധതിയുടെ മിഷനറി എന്തെല്ലാമാണെന്നും അതെങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നതിനെ സംബന്ധിച്ചെല്ലാം മേയറോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ നടപടികൾ മേയർക്ക് അറിയില്ല. മറുപടിയായി മേയർ പറഞ്ഞത് ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയാണല്ലോ, നിയമവിരുദ്ധതയുണ്ട് എന്ന് പരിപൂർണമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ റിസ്ക് ഞങ്ങൾ എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ നിയമവിരുദ്ധതയുണ്ട് എന്ന് മലയാളത്തിൽ സമ്മതിക്കുകയാണ് മേയർ ചെയ്തത്. പ്ലാന്റിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യയിൽ വ്യക്തത വരുത്തണം, സ്വകാര്യ കമ്പനിക്ക് ഭൂമി വിട്ടു നൽകുന്നതിലെ നിയമലംഘനം പരിശോധിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.